പ്രേക്ഷകർക്ക് നമസ്കാരം. വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് മുതുപ്പിലാക്കാട് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുതുപ്പിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തില് പൂക്കളമിട്ടതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു, വലിയ വിവാദമായിരുന്നു. നമുക്കറിയാം, അവിടെ പൂക്കളമിട്ടതില് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതായിരുന്നു അവിടെയുള്ള ഭരണസമിതിയിലെ രാജ്യവിരുദ്ധരുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് അവരതിന് എതിരെ പോലീസിൽ കേസ് കൊടുത്തു. ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ രാജ്യത്തെ സൈന്യത്തെ അപമാനിച്ചതിന് തുല്യമായിട്ട് കേരള പോലീസ് അന്ന് ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയിട്ടുള്ള പൂക്കളം ഒരുക്കിയ ആളുകൾക്കെതിരെ കേസ് പോലും എടുത്തിരുന്നു. നമ്മളൊക്കെ അതുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ വലിയ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ആ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ ചർച്ചയായി. അതിനെ തുടർന്ന് ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയ പൂക്കളം ഒരുക്കിയവരെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടേക്ക് പറന്നെത്തി. നൂറുകണക്കിന് ആളുകൾ അവിടേക്ക് തടിച്ചുകൂടി. അവർക്ക് മുന്നിൽ അഭിമാനത്തോടു കൂടി തന്നെ സുരേഷ് ഗോപി സിന്ദൂരമെടുത്ത് ആ പൂക്കളത്തിൽ ചാർത്തിക്കൊടുത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ആ ക്ഷേത്രത്തിൽ നിന്നാണ്, ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് സുന്ദരമായിട്ടുള്ളൊരു വാർത്ത വന്നിരിക്കുന്നത്. അവിടെ അത്രയും കാലം ഉണ്ടായിരുന്ന ആ സമയത്ത് പരാതിയൊക്കെ കൊടുത്ത് രംഗത്ത് വന്ന ഭരണസമിതി, അതായത് ഇടതും വലതും കൂടി ഭരിക്കുന്ന ഭരണസമിതിയെ അവിടുത്തെ ഭക്തരെടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ ഭക്തർ അവിടെ വിജയിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കളത്തിൽ എഴുതിയിട്ടുള്ള, അതിനെ പിന്തുണച്ചിട്ടുള്ള യഥാർത്ഥ ഭക്തരെ അംഗീകരിക്കുന്ന ഒരു ഭരണസമിതി മുതുപ്പിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. എത്ര സുന്ദരമായ വാർത്തയാണ്! ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇത്തരം ഗതികെട്ടൊരു വിഷയം നടന്നിട്ടുള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന് ആദരമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പറ്റം യുവാക്കള്, ചെറുപ്പക്കാര് പൂക്കളം ഒരുക്കി അതിൽ അഭിമാനത്തോടുകൂടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിന്, നമ്മുടെ രാജ്യത്തോടുള്ള കൂറ് വിളിച്ചു പറഞ്ഞതിനെതിരെ പോലീസ് കേസെടുത്തൊരു ഗതികേട് കേരളത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ പ്രത്യേകം ഓർക്കണം, അതേ സമയത്ത് അത്തപ്പൂക്കളം ഒരുക്കുന്ന അതേ രീതിയില് ഫ്രീ പലസ്തീൻ എന്ന് എഴുതിക്കൊണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളില് പൂക്കളം ഒരുക്കിയിരുന്നു. ഫ്രീ പലസ്തീൻ എന്ന് എഴുതിയിട്ട് അതിനെതിരെ നമ്മുടെ കേരളത്തിലെ ഒരു പോലീസ് സംവിധാനങ്ങളും ഒരു കേസ് പോലും എടുത്തിട്ടില്ല. അതേ സമയത്ത് നമ്മുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചതിന് നമ്മൾ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ യുദ്ധം നയിച്ചതിന്റെ പേരാ ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ സിന്ദൂരം മായ്ച്ചവർക്കെതിരെയുള്ള ഭീകരർക്കെതിരെ നമ്മുടെ സൈന്യം പോരാട്ടം നടത്തിയതിന്റെ ആ പേരാലേഖനം ചെയ്യുന്നത്, അത് ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യസ്നേഹികളാ. അത് ഉയർത്തിപ്പിടിച്ചതിനെതിരെയാ കേരള പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആ കേരള പോലീസിന്റെ അവിടെ ഇടതും വലതും കൂടി ഒരുമിച്ച് ഓപ്പറേഷൻ സിന്ദൂരിനെതിരെ പോലും കേസ് കൊടുത്ത നെറികെട്ടവർക്ക് മേലെ ഭക്തർ വിജയിച്ചിരിക്കുന്നു. യഥാർത്ഥ ഭക്തരാണ്. അതിന് മുതുപ്പിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ സകല ക്ഷേത്രങ്ങളുടെയും ഭരണസമിതിയിൽ ഉണ്ടാവേണ്ടത് ഭക്തർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളാ. അത് ശബരിമല ഉൾപ്പെടെ. എത്ര നെറികേടാണെന്നോ നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയിലെ ഒരു സംവിധാനം ശബരിമലയിലെ സകലതും നിയന്ത്രിക്കുക. പ്രത്യേക തരത്തില് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാ ക്ഷേത്രം കൈകാര്യം ചെയ്യാൻ ഉളുപ്പമില്ലാതെ അവര് രംഗത്ത് പോലും വരുന്നത്? എത്ര നെറികേടാണ്! കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ? മതത്തിനെ അവർ അംഗീകരിക്കുന്നില്ല. അവർ മതവിശ്വാസികളല്ല, മതത്തിന് എതിരാണവർ. അവരെങ്ങനെയാ പിന്നെ ശബരിമല കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ യഥാർത്ഥ ഭക്തർക്ക് അതിൻ്റെതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിക്കുക? ഒരു ആത്മാർത്ഥതയും ഇല്ലാത്തൊരു സംവിധാനല്ലേ ഈ പറയുന്ന ഈ മതവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസത്തിന്റെ നിലപാട് ലോകം മൊത്തം അറിയുന്നതാ. അവരെന്തിനാ പിന്നെ ശബരിമലയിലെ സകല കാര്യങ്ങളും കൈകാര്യം ചെയ്ത്
അവിടെയുള്ള പണം മൊത്തം എടുത്ത് കേരള സർക്കാരിലേക്ക് കൊണ്ടുപോയിട്ട് അവർ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത്? യഥാർത്ഥ ഭക്തരെ ഏൽപ്പിക്കണം. എന്നാലേ ഏതൊരു ക്ഷേത്രവും അതിൻ്റെതായ രീതിയിൽ പുരോഗതിയിലേക്കും അവിടേക്ക് വരുന്ന ഭക്തർക്ക് അതിൻ്റെതായ സൗകര്യങ്ങൾ ഉണ്ടാവും. യഥാർത്ഥ ഭക്തര്, ഇവിടെ മുസ്ലിം പള്ളികൾ എടുത്തു നോക്കണം, ഇവിടെ ക്രിസ്ത്യൻ പള്ളികൾ എടുത്തു നോക്കണം, ഇതൊക്കെ തന്നെ അവരുമായി ബന്ധപ്പെട്ട മതവുമായി ബന്ധപ്പെട്ടവർ തന്നെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള സൗകര്യങ്ങൾ ആ പള്ളികളിലും, അത് മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളികളാണെങ്കിലും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിൽ അത് വികസിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അത് അവരുടെ യഥാർത്ഥ വിശ്വാസികളാണ് അത് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ശബരിമല ഉൾപ്പെടെ ക്ഷേത്രങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ കൈകാര്യം ചെയ്ത് മുന്നോട്ടുള്ളൂ. അല്ലാതെ കേരള സർക്കാരിലെ ഒരു മന്ത്രിയും ഒരു ബോർഡ് സംവിധാനമൊക്കെ കേരള സർക്കാർ നിയന്ത്രിച്ചാൽ പറയുന്ന ശബരിമലയിൽ ഈ പറയുന്ന ക്ഷേത്രങ്ങൾക്ക് എന്തെങ്കിലും അവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് ഏതെങ്കിലും പടുവിഡ്ഢികളെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഒരാൾക്ക് പോലും അത് വിശ്വസിക്കാൻ സാധിക്കൂല. ഏത് ക്ഷേത്രങ്ങളാണെങ്കിലും അതിന് ഏത് മതാചാര പ്രകാരമുള്ള അതുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ ആണെങ്കിൽ അത് അവരുടേതായ അതിൽ വിശ്വസിക്കുന്ന അതിനോട് ആത്മാർത്ഥതയുള്ള അത്തരം ആളുകളെ മാത്രമേ അത് ഏൽപ്പിച്ചാൽ മാത്രമേ അതിന് അതിൻ്റെതായ സൗകര്യങ്ങളും പുരോഗതിയൊക്കെ ഉണ്ടാവൂ. അല്ലെങ്കിൽ ശബരിമലയിലൊക്കെ എന്താണ് അവസ്ഥ? ആളുകൾ വരുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണ്. അത് ഇത്രയും കാലം പണമില്ലാഞ്ഞിട്ടാ. പണം അവിടെ കൊയ്യുകയല്ലേ? എവിടെ നിന്നൊക്കെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ആളുകൾ എത്തിയല്ലേ? ഓരോ സമയത്തും എപ്പോൾ ആളുകൾ വരും, എത്ര ആളുകൾ വരും, എല്ലാ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഈ പറയുന്ന അറിവുകളൊക്കെ തന്നെ ഉണ്ടായിട്ടും ഈ സമയം വരെയായിട്ട് അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇത്ര ആളുകൾ വരുന്ന ഉൾക്കൊള്ളാനുള്ളൊരു സംവിധാനം ഇന്നും ഉണ്ടാക്കാൻ ശബരിമലയിൽ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഓരോ ഭക്തരായിട്ടുള്ള ശബരിമലയിലൊക്കെ പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ സാധിക്കൂ. ക്ഷേത്രങ്ങൾ ഏതുമാവട്ടെ അതൊക്കെ തന്നെ യഥാർത്ഥ ഭക്തരെത്തിയാലേ, ഇതിപ്പോ മുതുപ്പിലാക്കാട് ശ്രീ ഈ പാർത്ഥസാരഥി ക്ഷേത്രം യഥാർത്ഥ ഭക്തരിലേക്ക് എത്തി. ഇനി നാളെ അവിടെ ഏത് രാജ്യത്തിന്റെ പുരോഗതിയും രാജ്യത്തിന്റെ വളർച്ചയും രാജ്യത്തിന്റെ നേട്ടവും ഉയർത്തിപ്പിടിച്ചാൽ ആരെങ്കിലും പരാതിയുമായിട്ട് രംഗത്തെത്തുവോ? അതല്ലേ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ വിശ്വാസികള് നമ്മുടെ രാജ്യം, അത് ഏത് വിശ്വാസികളോ, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏത് മതവിശ്വാസികളും ഏത് മതവുമായിക്കൊള്ളട്ടെ അവർ രാജ്യത്തെ ഉയർത്തിപ്പിടിക്കണം. ഓപ്പറേഷൻ സിന്ദൂര ഉയർത്തിപ്പിടിക്കേണ്ടത്, അല്ലാതെ ഫ്രീ പലസ്തീൻ അല്ല. അതൊരു നെറികേടാണ്. ലോകത്ത് ഒരുപാട് ആളുകൾ പ്രശ്നമുണ്ട്, എന്നിട്ട് ഫ്രീ പലസ്തീൻ മാത്രം പൊക്കിപ്പിടിക്കുന്നത് അത് പച്ചവർഗീയതയാ. എന്നാൽ യഥാർത്ഥ ഹിന്ദു വിശ്വാസികള്, യഥാർത്ഥ ഭക്തജനങ്ങള് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കളത്തിൽ എഴുതിയപ്പോഴേക്ക് അവിടെയുള്ള ഭരണസമിതി അതിനെതിരെ പോലീസിൽ പരാതി കൊടുക്കുക, ആ പോലീസ് വന്ന് കേസെടുക്കുക. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? സകലതിന്റെയും മണ്ടക്ക് അടി കിട്ടിയതുപോലെ തന്നെ വലിയൊരു വിജയമല്ലേ ഇത്? ഭക്തരുടെ വിജയമാണ്, ഇത് രാജ്യസ്നേഹികളുടെ വിജയമാണ്. ഇനി രാജ്യസ്നേഹികൾ ആ ക്ഷേത്രത്തിലെ സകല കാര്യങ്ങളും കൈകാര്യം ചെയ്യും. അതിൽ ഒരുപാട് അഭിമാനം, ഒരുപാട് സന്തോഷം